നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 599 599. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, നാരായണ 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 നാരായണ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 7-ാം അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകം മുതൽക്കാണ് പറയേണ്ടത്. ശ്ലോകം 28. തസ്മാത് ഭവദ്ഭിഃ കർത്തവ്യ കർമ്മണാം ത്രിഗുണാത്മനാം ബീജനിർഹരണം യോഗ പ്രവാഹോ പരമോധിയ. അത് ഹേതുവായിട്ട്, ഏതു ഹേതുവായിട്ട്? ഇതിന് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ ഹേതുവായിട്ട് ത്രിഗുണസ്വരൂപങ്ങളായ കർമ്മങ്ങളുടെ ബീജത്തെ ദഹിപ്പിക്കുന്നതും, അതായത് കർമ്മബീജം ദഹിപ്പിക്കുക, മലരാക്കുക. നെല്ലിനെ അരിയാക്കില്ല, നെല്ലിനെ മലരാക്കുക. അപ്പോൾ ബീജത്തെ ദഹിപ്പിക്കുന്നതും ബുദ്ധിയുടെ പ്രവാഹത്തെ ഉപശമിപ്പിക്കുന്നതുമായ യോഗം ഭവാന്മാരാൽ ചെയ്യുവാൻ യോഗ്യമാകുന്നു. അതായത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ആരൊക്കെ? അസുര ബാലന്മാരൊക്കെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. സംസാരം നിവർത്തിക്കത്തക്കതായതുകൊണ്ട് സത്വാദി ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന അജ്ഞാനമാകുന്ന ബീജത്തെ മൂലത്തോടുകൂടി ദഹിപ്പിക്കുന്നതിന് സമർത്ഥവും ബുദ്ധിയുടെ ജാഗ്രത്യാവസ്ഥാ പ്രവാഹത്തെ അവസാനിപ്പിക്കുന്നതുമായ യോഗത്തെ ഭവാന്മാർ അനുഷ്ഠിക്കണം. അനുഷ്ഠിക്കാണ്ട് ഒന്നും നടക്കില്ല. ദക്ഷിണ കൊടുത്തോണ്ടോ ഇല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, ഭണ്ഡാരത്തിൽ കാശിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വേണ്ടത്? അനുഷ്ഠാനം വേണം. അനുഷ്ഠാനം ഇല്ലാത്ത കാര്യങ്ങൾ ഒന്നും ക്ലച്ച് പിടിക്കില്ല എന്നർത്ഥം. ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ എന്താ ചെയ്യാം? ബ്രേക്ക് പിടിച്ചാലും നിൽക്കില്ല വണ്ടി, ഗീർ മാറ്റാൻ പറ്റില്ല. അതന്നെ 29-ാമത്തെ ശ്ലോകം. തത്രോപായ സഹസ്രാണം അയം ഭഗവതോദിതാ യദീശ്വരേ ഭഗവതി യഥായൈരഞ്ചസാരഥി. അതായത് അതിൽ അനേകം ഉപായങ്ങളുടെ മധ്യത്തിൽ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടത്. ഇപ്പോൾ ചിലവരുണ്ട് ഫേസ്ബുക്കിൽ ഓരോരുത്തരുടെ പേജസ് ഉണ്ട്, അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതല്ല നമുക്ക് ആവശ്യം. ഭഗവാൻ പറഞ്ഞത് എന്താ? ധാർമ്മികം, നീതിപൂർവം ആയിട്ടുള്ള എന്താ, അതാണ് അറിയേണ്ടത്. അപ്പോൾ പറഞ്ഞു, ഉപദേശിക്കപ്പെട്ടത് ഇതാകുന്നു: യാതൊന്നുകളാൽ യാതൊരു വിധമായാൽ ഈശ്വരനായ ഭഗവാനിൽ പരമാർത്ഥമായ പ്രേമം യാതൊന്നോ അതുണ്ടാവണം. എന്താ അവിടെ പരമാർത്ഥമായ എന്ന് പറയാൻ കാരണം? പരമാർത്ഥമായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർക്കാത്തത് എന്നർത്ഥം. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറയണ്ടായി, ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത്. പക്ഷേ ചിലവർ പറയും പണമില്ലാണ്ട് ഒന്നും നടക്കില്ല. ശരിയാണ്, ഞാൻ സമ്മതിച്ചു, ഏറെക്കുറെ. പക്ഷെ പണം ഉണ്ടായതുകൊണ്ട് എല്ലാം നടക്കണ്ടോ? ഇല്ല. പണം വേണം, അത് സെക്കൻഡറിയാണ്. പണം വന്നതിനെ ചെലവാക്കാൻ അറിയാത്തവർ, ദുർമാർഗത്തിൽ ചെലവാക്കുന്നവർ, അവർക്ക് പണം ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ എല്ലാം ആപേക്ഷിക്കാം, ഉപേക്ഷിക്കാൻ പാടില്ല, എല്ലാം വേണം. പക്ഷേ പരമാർത്ഥമായ സ്നേഹമായിരിക്കണം ഭഗവാനോട്. അതിൻ്റെ ഭാവാർത്ഥം പറയണു: ജ്ഞാനത്താൽ അജ്ഞാനം നശിക്കുന്നതോടുകൂടി സംസാരവും നശിക്കുമെന്ന് ഉപദേശിച്ചതിൽ പിന്നെ ഇത് മുതൽ 5 ശ്ലോകങ്ങൾ കൊണ്ട് ജ്ഞാനസാധനമായ ധർമ്മതത്വത്തെ
ശ്രീ നാരദൻ ഉപദേശിച്ചത് പറയുന്നു. ജ്ഞാനം സമ്പാദിക്കാൻ അനേകം ഉപായങ്ങൾ ഓരോ ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്നു. അതിൽ ശ്രീ ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്ന ഉത്തമ ഉപായം ഇതാകുന്നു. ഏത്? കർമ്മങ്ങൾ യാതൊരുവിധം അനുഷ്ഠിച്ചാൽ സർവേശ്വരനായ ശ്രീ നാരായണനിൽ പ്രതിഫലകാംക്ഷ കൂടാതെയുള്ള പരമപ്രേമം. ഇതാണ് നമ്മൾക്ക് അന്യം നിൽക്കുന്നത്. ഏത്? പ്രതിഫലേച്ഛ ഇല്ലാത്ത ദൃഢമായി ഉറയ്ക്കുമോ അതുതന്നെയാണ് ജ്ഞാനസമ്പാദനത്തിന് ഉപകരിക്കുന്ന അപായരഹിതമായ ഉത്തമ മാർഗം. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. അതായത് 9-ാം അധ്യായത്തിലെ 27-ഉം 18-ാം അധ്യായത്തിലെ 55-ഉം 2 ശ്ലോകം ഇവിടെ പറയുന്നുണ്ട്. എന്താ? യത് കരോഷി യത് സ്നാസി യജുഹോഷി ദദാസി യത് യത്തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മദർപ്പണം ഭക്ത്യാ മാം അഭിജാനാതി യാവന്യശ്ചാസ്മി തത്വദാ തതോ മാം തത്വദോ ജ്ഞാത്വാ വിശദേ തദനന്തരം. അതിൻ്റെ ഒരു അർത്ഥം പറയുന്നുണ്ട്. ചെയ്യുന്ന സകല കർമ്മങ്ങളും ഭഗവാന്റെ ആരാധനമായി സമർപ്പിക്കുന്നത് തന്നെ ഭക്തിയുടെ ഉത്തമ ലക്ഷണം. ആ സമർപ്പണത്താൽ അന്ധകരണ ശുദ്ധിയും അതുകാരണം ജ്ഞാനവും തന്നിമിത്തം സംസാര ബന്ധമുക്തിയും സിദ്ധിക്കുമെന്ന് പരമാത്മാ ശ്രീകൃഷ്ണ ഭഗവാൻ പരമസുഹൃത്തായ അർജുനന് ഉപദേശിച്ചിരിക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇനി 30-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ശ്രദ്ധിക്കുക. ഗുരു ശുശ്രൂഷയാ ഭക്തിയാ, ഭക്തി കൊണ്ടായിരിക്കണം. ഗുരു ശുശ്രൂഷയാ ഭക്തിയാ സർവലബ്ധാർപ്പണേന ച സംഗേന സാധുഭക്താനാം ഈശ്വരാരാധനേന ച. അതിൻ്റെ വാക്കർത്ഥം എന്താ പറഞ്ഞത്? ഗുരുക്കന്മാരുടെ ശുശ്രൂഷ കൊണ്ടും ഭക്തി കൊണ്ടും ലഭിക്കുന്ന സർവ പദാർത്ഥങ്ങളും സമർപ്പിക്കുന്നത് കൊണ്ടും സാധുലക്ഷണയുക്തന്മാരായ ഭക്തന്മാരുടെ സംസർഗം കൊണ്ടും ഈശ്വരാരാധന കൊണ്ടും വേണ്ട പോലെ ആവുന്ന പറഞ്ഞതിൻ്റെ താല്പര്യം. അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ശ്രീ നാരദമുനി ഉപദേശിച്ച ഭക്തി സാധനകൾ പറയുന്നു. ഗുരുഭൂതന്മാരെ നിഷ്കപടമായി സേവിക്കുക, അവരിൽ പരമപ്രേമമുണ്ടായിരിക്കുക, സർവസ്വവും അവർക്കായി സമർപ്പിക്കുക, സർവസ്വവും സാധുലക്ഷണ സമ്പന്നന്മാരായ ഭഗവത് ഭക്തന്മാരോട് ചേർന്ന് വസിക്കുക, ഈശ്വരനെ ആരാധിക്കുക. ഇതൊക്കെ ആവശ്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2-5 അത്. ഇനി പറയാൻ പോകുന്നത് 33-ാം അല്ല എന്താണ് 31-ാമത്തെ ശ്ലോകം 5-3 വരും. അതെന്താ? ശ്രദ്ധയാ തത്കഥാനാം ച കീർത്തനേർ ഗുണകർമ്മണാം തത്പാദാം ബുരുഹധ്യാനാത് തല്ലിംഗേക്ഷാർഹണാദിഭി. ഈശ്വര കഥകളുടെ ശ്രദ്ധ കൊണ്ടും ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും കീർത്തനങ്ങൾ കൊണ്ടും ഭഗവാന്റെ പാദപത്മങ്ങളുടെ ധ്യാനം കൊണ്ടും ഭഗവാന്റെ വിഗ്രഹങ്ങളുടെ സന്ദർശനം, ഭഗവാനെ ദർശിക്കാൻ പോവുകയെന്നാണ് പറയാം. അല്ലാണ്ട് കടം വാങ്ങാനല്ല പോണത്, ആക്ഷേപിക്കാനല്ല പോണത്, അല്ലെങ്കിൽ അപ്പലറ്റ് കോടതി മാതിരി അതുമല്ല. പൂജനം എന്നിവ കൊണ്ടും മനഃശുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് അതിൻ്റെ ഭാവാർത്ഥം, ഭഗവാന്റെ കഥകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ലോട്ടറി കിട്ടും ഞാൻ പറയണില്ല, പക്ഷെ ഇതൊരു ലോട്ടറി ആണ്. എങ്ങനെ? സംസാര ഭയഹേതുക്കളൊക്കെ പോയി കിട്ടും. അത് മതിയല്ലോ, പിന്നെന്താ? അപ്പോൾ ഭഗവാന്റെ കഥകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഭക്തവാത്സല്യാദി ഗുണങ്ങളും അവതാര ചരിതങ്ങളും കീർത്തിക്കുക. അവരവർ ചെയ്യണം. ഭാഗവതം വായിച്ച് അവരവർ ചെയ്യാം. ഭഗവാൻ ഉപദേശങ്ങളെ ഉൾക്കൊള്ളുക, ഭഗവത് പാദപത്മങ്ങൾ ധ്യാനിക്കുക, ഭഗവാന്റെ ബിംബങ്ങളെ സന്ദർശിക്കുക, പൂജിക്കുക, വന്ദിക്കുക, നമസ്കരിക്കുക മുതലായ കർമ്മങ്ങളിൽ
ഏർപ്പെടുക ആവശ്യമാണ് എന്ന് പറഞ്ഞു. ഇനി 5-4 ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്ത ഈശ്വര ഇതി ഭൂതാനി മനസാ കാമൈസ്തേ സാധുമാനയേത്. സർവങ്ങളായ ഭൂതങ്ങളിൽ, എല്ലാ ഭൂതങ്ങളിലും ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനും, പക്ഷെ നമ്മൾ ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യണം, അതൊന്നും ഏൽക്കണില്ല. അപ്പോൾ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനും ഐശ്വര്യപൂർണനുമായ ഈശ്വരൻ ഇരിക്കുന്നു എന്ന നിശ്ചയത്തോടുകൂടി അതാത് ആഗ്രഹങ്ങളാൽ ഭൂതങ്ങളെ ആദരപൂർവം മാനിക്കണം. ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ സഹജീവികളെ മാനിക്കണം, ആരേനും ദേഷ്യപ്പെട്ടത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. സകല പ്രാണികളിലും അവരുടെ സർവ ദുഃഖങ്ങളെയും സംഹരിക്കുന്ന ഐശ്വര്യപരിപൂർണനായ ഈശ്വരൻ ആത്മാവായിരിക്കുന്നുവെന്നുള്ള അഭിപ്രായത്തോടെ സകല ഭൂതങ്ങളുടെയും ആഗ്രഹങ്ങൾ സാധിപ്പിക്കുവാൻ ഉപകരിക്കുന്ന പ്രവർത്തികൾ കൊണ്ട് അവരെ മാനിക്കുന്നത് ഭക്തിയുടെ അന്തരംഗ സാധനമാകുന്നു എന്ന് പറഞ്ഞു. 33-ാമത്തെ ശ്ലോകം നോക്കുക. അതായത് 5 ശ്ലോകത്തിൽ 5-ാമത്തെ ശ്ലോകം. ഏത് ഭക്തി ഉണ്ടാവാൻ വേണ്ടത്? ഏവം നിർജിത ഷഡ്വർഗൈ ക്രിയതേ ഭക്തിരീശ്വരേ വാസുദേവേ ഭഗവതി യയാ സംലഭതേ രതിം. ഭഗവാന്റെ കാര്യത്തിൽ രതി ഉണ്ടാവണം എന്നർത്ഥമായി. ഇപ്രകാരം ഏറ്റവും ജയിക്കപ്പെട്ട 6 വർഗങ്ങളോടുകൂടിയവരാൽ ഐശ്വര്യപൂർണനും വാസുദേവനുമായ ഈശ്വരനിൽ പരമപ്രേമം ചെയ്യപ്പെടുന്നു. യാതൊന്നിനാൽ രതിയെ പ്രാപിക്കുന്നു. താല്പര്യം അതാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മൂലമന്ത്രത്തിൽ പറയുന്നുണ്ട്. അതായത് ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥം, മഹാവിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യുക, എന്നാൽ എല്ലാം ആയിന മനസ്സിലായില്ലേ. അപ്പോൾ ഈ 6 വർഗങ്ങൾ ഏതാ? ഷഡ്വർഗങ്ങൾ എന്ന് പറയുണ്ടായി. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അല്ലെങ്കിൽ കാമക്രോധ മത മത്സര ലോഭ ഭയം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 6 വൃത്തികൾക്കും നേത്രം, ശ്രോത്രം, ജിഹ്വ, ഘ്രാണം, ത്വക്ക്, മനസ്സ് എന്ന് 6 ഇന്ദ്രിയങ്ങൾക്കും, 5 അല്ല, മനസ്സ് പ്രധാന ഘടകമാണ്. 6 ഇന്ദ്രിയങ്ങൾ സംജ്ഞകൾക്കും സംജ്ഞയുണ്ട് എന്ന് പറഞ്ഞു. മേൽ വിവരിച്ച വിധം ഭക്തി സാധനകൾ അനവരതം അനുഷ്ഠിക്കുന്നവർക്ക്, അനവരതം എണ്ണധാര പോലെ അനവരതം അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഭണ്ണാരത്തിന് കാശിട്ടുകൊണ്ടായില്ല, അന്നദാനം നടത്തിയതുകൊണ്ടായില്ല. അവരവർ ചെയ്യേണ്ടത്. ആചാര്യന്മാർക്ക് വളരെ വലിയൊരു ഭാഗം അഭിനയിക്കേണ്ടതിൽ അവർ തുറന്നു പറയണം. നിങ്ങൾ അനുഷ്ഠിക്കണം. സർവൈശ്വര്യ പരിപൂർണനും സർവസമർത്ഥനുമായ ശ്രീ വാസുദേവനന്ദനിൽ, വാസുദേവന്റെ മകനിൽ പ്രേമലക്ഷണയായ ഭക്തി ഉണ്ടായി വരുന്നു. ആ സാധനാഭക്തി തന്നെ പരിഭാഗാവസ്ഥയിൽ പരമപ്രേമലക്ഷണയായ പരമഭക്തിയായി ഉറയ്ക്കുന്നു. ഏതവസ്ഥയിലും അതിനിളക്കം വരാത്ത വിധത്തിൽ ആനന്ദസ്വരൂപമായി ഭവിക്കുന്നു എന്ന് പറഞ്ഞു. 34-ാമത്തെ ശ്ലോകം. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാദിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോക്കണ്ഡ ഉദ്ഗായതി രൗതി നൃത്യതി. അതായത് തുല്യങ്ങളിലില്ലാത്ത ഗുണങ്ങളെയും ക്രീഡാശരീരങ്ങളാൽ ചെയ്യപ്പെട്ട പരാക്രമങ്ങളെയും കർമ്മങ്ങളെയും കേട്ടിട്ട് അതിസന്തോഷത്താൽ ഉയർന്ന രോമങ്ങളോടും
അതെ, ബാഷ്പജലങ്ങളാൽ ഗദ്ഗതത്തോടും കൂടും വണ്ണം ഉച്ചസ്വരത്തോടു കൂടിയവനായി എപ്പോൾ ഉച്ചത്തിൽ പാടുന്നുവോ രാമകൃഷ്ണ ഗോവിന്ദ, അങ്ങനെ ഉച്ചത്തിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഉച്ചത്തിൽ. അപ്പോൾ ഓരോ രാമനും ഓരോ കൃഷ്ണനും ധ്വനി നമ്മൾ കേൾക്കുമ്പോൾ അശ്രുഗണങ്ങൾ വരണം. ഹരിയും മൂന്നാളാണ് പറഞ്ഞത്. അപ്പോൾ പാടുന്നുവോ, നിലവിളിക്കുന്നുവോ, നടനം ചെയ്യുന്നുവോ, ഡാൻസ് ചെയ്യാമെന്നാണ് പറഞ്ഞതേ. ഇനി അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. ഭഗവാനിൽ പരമപ്രേമം ജനിച്ചതിൻ്റെ ലക്ഷണം പറയുന്നു. മറ്റാർക്കുമില്ലാത്ത ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങളെയും ലോകരക്ഷാർത്ഥം ഇച്ഛയാ സ്വീകരിച്ച ശരീരങ്ങൾ കൊണ്ട് നടത്തിയ ലൗകികങ്ങളല്ല അലൗകിക പരാക്രമ പ്രവൃത്തികളെയും കേട്ടിട്ടുണ്ടാകുന്ന അത്യാനന്ദഭാവത്തെ സൂചിപ്പിക്കുന്ന രോമാഞ്ചം, ഗദ്ഗദാക്ഷരങ്ങളോടുകൂടിയ നാമസങ്കീർത്തനം എന്നിവയോടുകൂടി മുക്തകണ്ഠമാകും വണ്ണം ഉല്ലസിച്ച് പാടുകയും സന്തോഷസൂചകമായി നിലവിളിക്കുകയും അഭിനയിച്ച് കളിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. 35-ാമത്തെ ശ്ലോകം. യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിൽ ധസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹു സ്വസൻ ഭക്തിഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രവ. അതായത് ദേവതയാൽ ബാധിക്കപ്പെട്ടവനെന്ന പോലെ, ദേവൻ കയറിയ കൂട്ടത്തിലെന്നർത്ഥം. ചിലപ്പോൾ ചിരിക്കുന്നു, വിലപിക്കുന്നു, ധ്യാനിക്കുന്നു, ജനത്തെ വന്ദിക്കുന്നു. ഞാനിതൊക്കെ മനസ്സിലാക്കിയിട്ട് സപ്താഹത്തിന് കയറി അല്ലെങ്കിൽ പ്രഭാഷണത്തിന് കയറി നീണ്ടു നിവർന്ന് ഓഡിയൻസിനെ നമസ്കരിക്കും. കാരണം എന്താ, അത്രയും ആൾക്കാരിൽ ഈശ്വരൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ബോധ്യത്വത്തെ കൊണ്ട് വേടേനും മനസ്സിലായില്ലേ. അപ്പോൾ ധ്യാനിക്കുന്നു, വന്ദിക്കുന്നു, പിന്നെയും ശ്വാസങ്ങൾ മോചിച്ചുകൊണ്ട് ആത്മാവായ ഭഗവാനിൽ മനസ്സോടുകൂടി ലജ്ജയില്ലാത്തവനായിട്ട് ഭക്തസന്താപങ്ങളെ സംഹരിക്കുന്നവേ, ലോകങ്ങളുടെ രക്ഷകനായുള്ളവേ, ആദികാരണസ്വരൂപ എന്ന് പറയുന്നു, എന്ന് വിളിച്ച് കൂക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ചിലപ്പോൾ ഭൂതാവിഷ്ടൻ എന്ന പോലെ പ്രേതം കീറിയ കൂട്ടത്തിൽ എന്നൊക്കെ പറയാം. പ്രേതമല്ല അത്, സാക്ഷാൽ നാരായണൻ്റെ എന്താണെന്നാ പറയുക, ശക്തി. അപ്പം ചിരിക്കും. ചിലപ്പോൾ ഭഗവത് ഗുണങ്ങളെ ഉച്ചരിച്ചും കൊണ്ട് കരയും. ചിലപ്പോൾ ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കും. ചിലപ്പോൾ ജനങ്ങളെ ഭഗവത് സ്വരൂപത്തേന കാണുക നിമിത്തം നമസ്കരിക്കും. ചിലപ്പോൾ ദീർഘശ്വാസങ്ങൾ അടിക്കടി വിട്ടും കൊണ്ട് ഭഗവാനിൽ മനസ്സുറയ്ക്കുക നിമിത്തം മറ്റുള്ളവർ കേൾക്കുമോ ഹസിക്കുമോ എന്നുള്ള വിചാരത്താൽ സാധാരണന്മാർക്കുണ്ടാകുന്ന ലജ്ജാതി ഭാവങ്ങളൊന്നും കൂടാതെ ഹേ ഹരേ, ഹേ ജഗത്പദേ, ഹേ നാരായണ എന്നിങ്ങനെ നാമസങ്കീർത്തനം ചെയ്യും എന്നാണ് പറഞ്ഞത്. 36-ാമത്തെ ശ്ലോകം. തഥാ പുമാൻ മുക്ത സമസ്ത ബന്ധനസ്തദ്ഭാവഭാവാനുകൃതാശയാകൃതി നിർദഗ്ധ ബീജാനുശയോ മഹീയസാ ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം. അധോക്ഷജം കണ്ണുകൊണ്ട് കാണേണ്ടവൻ എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോൾ പുരുഷൻ മോചിക്കപ്പെട്ട സകല ബന്ധത്തോടും ഭഗവാന്റെ ഭാവത്തെ ഭാവിക്കുക നിമിത്തം അതിനെ അനുസരിച്ച അന്ധകരണത്തോടും ആകൃതിയോടും മാഹാത്മ്യം ഏറിയിരിക്കുന്ന ഭക്തിയുടെ പ്രയോഗത്താൽ
ഏറ്റവും ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്ന ബീജത്തോടും അജ്ഞാനം കൂടിയവനായിട്ട് ശ്രീ ഭഗവാനെ സംപ്രാപിക്കുന്നു. അധോക്ഷജം. ഇനി അതിൻ്റെ ഭാവാർത്ഥം മുകളിൽ 3 ശ്ലോകങ്ങൾ കൊണ്ട് വിവരിച്ച ഭാവങ്ങൾ ഒരുവനിൽ എപ്പോൾ ഒരുവനിൽ കാണപ്പെടുന്നുവോ അപ്പോൾ ആ പുരുഷന്റെ പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് തടസ്സങ്ങളായിരിക്കുന്ന സകല പുണ്യപാപകർമ്മങ്ങളും നശിക്കുന്നു. പുണ്യവും പാപവും ഒക്കെ നശിക്കണം. എന്നിട്ട് അവൻ്റെ ആശയഗതിയും ആകൃതിയും ഭഗവത് ഭാവത്തെയും ഭഗവത് സ്വരൂപത്തെയും അനുസരിച്ചു തന്നെ ഇരിക്കും. ഏറ്റവും വേഗത്തിൽ പാപജാലങ്ങളെയും അതിനു കാരണമായിരിക്കുന്ന ദേഹാത്മഭാവനാരൂപമായ അജ്ഞാനത്തെയും മൂലത്തോടുകൂടി ദഹിപ്പിക്കുവാൻ സമർത്ഥമായ ഉത്കൃഷ്ട ഭക്തിയോഗത്താൽ ആ മനുഷ്യൻ പ്രാരബ്ധാനുഭാവ അവസാനത്തിൽ അതൊരു കൂട്ടക്ഷരായിപ്പോയി. ഭാവ അവസാനത്തിൽ രണ്ടാമത് ജനനമരണങ്ങൾക്ക് പാത്രമായി ഭവിക്കാത്ത വിധം ഭഗവത് സായൂജ്യം പ്രാപിക്കുന്നു. ഇനി ഇതൊക്കെ ഇപ്പോൾ 35, 36 കഴിഞ്ഞു. 2 4 വരിയാണ്. ഇനിയിപ്പോൾ 37, 38 ഇവിടെ കാണുന്നുണ്ട്. 4 വരി ശ്ലോക ശ്രദ്ധിക്കാം. അദോക്ഷജാലംഭമിഹാശുഭാത്മന ശരീരിണ സംസൃതി ചക്രശാതനം തദ്ബ്രഹ്മനിർവാണസുഖം വിദുർബുധാസ്തോ ഭജത്വം ഹൃദയേ ഹൃദീശ്വരം. അതായത് ഈ ലോകത്തിൽ അശുഭമായ മനസ്സോടുകൂടിയ അശുഭമായ മനസ്സോടുകൂടിയ മനുഷ്യന് സംസാരചക്രത്തെ നശിപ്പിക്കുന്നത് ഭഗവാന്റെ സ്പർശനം. വിദ്വാൻമാർ അതിനെ ബ്രഹ്മാനന്ദപ്രാപ്തി രൂപമായ സുഖമായിട്ട് അറിയുന്നു. അതുകൊണ്ട് ഹൃദയത്തിൽ ഹൃദയ നിയന്താവിനെ നിങ്ങൾ ഭജിക്കുവിൻ. വളരെ ഹൃദയത്തിൽ ഹൃദയ നിയന്താവിനെ, ഹൃദയത്തിൻ്റെ നിയന്താവും നിയാമകനും നിയന്ത്രിതാവും ആയിട്ടുള്ളവൻ. ഹൃദയത്തിൻ്റെ മിടിപ്പ് ടിപ്പ് 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 അടിക്കുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭജത്വം ഹൃദയേ ഹൃദീശ്വരം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള സുഖങ്ങളെ ആഗ്രഹിക്കുന്ന സ്വഭാവമുള്ള മനസ്സോടുകൂടിയവരുടെ ആ അശുഭവാസന നിമിത്തം അവരനുഭവിക്കേണ്ടതായി വരുന്ന ജനനമരണക്ലേശ രൂപസംസാരത്തെ നശിപ്പിക്കുന്നതിനുള്ള പരമോപായം ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ഭഗവത് സ്വരൂപത്തെ പരിശുദ്ധമായ ധീവൃത്തിയാൽ സ്പർശിക്കുന്നത് തന്നെയാകുന്നു. വിദ്വാൻമാർ അതിനെ തന്നെയാണ് ബ്രഹ്മാനന്ദാനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹേ ബാലന്മാരെ, നിങ്ങൾ ഹൃദയത്തെ പ്രേരിപ്പിക്കുന്ന ശ്രീ ഭഗവാനെ ഹൃദയപുണ്ഡരീകത്തിൽ സർവാത്മഭാവേന ഭജിക്കുവിൻ. ഹൃദയത്തിനെ നിയന്ത്രിക്കുന്ന പുണ്ഡരീകാക്ഷനെന്നാ. 38 ക അതിപ്രയാസോ, ഒരു പ്രയാസവും ഇല്ലാന്നാ പറഞ്ഞത്. ക അതിപ്രയാസോ അസുരബാലക ഹരേരുപാസനേ സ്വേ ഹൃദി ഛിദ്രവൽ സദാ സ്വസ്യാത്മന സഖ്യുരശേഷദേഹിനാം സമാന്യത കിം വിഷയോപപാദനൈഹി. അതായത് പറയണു, അല്ലയോ അസുരബാലകന്മാരെ, സ്വഹൃദയത്തിൽ ആകാശം പോലെ സ്ഥിതി ചെയ്യുന്നവനും തൻ്റെ ആത്മാവായിരിക്കുന്നവനും സകല ശരീരങ്ങളുടെയും സഖാവായിരിക്കുന്നവനുമായ ഫേസ്ബുക്കും ഇൻ്റർനെറ്റും ഒക്കെ ഇല്ലാത്ത കാലത്ത് തന്നെ അല്ലേ എന്താ പറഞ്ഞത്?
സഖാവായിരിക്കുന്ന നമ്മുടെ സഖാവ് അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതല്ല കേട്ടോ, ഇനി അതും ഉള്ള പറയാം. ഹരിയുടെ ഉപാസനത്തിൽ അധികം പ്രയാസം എന്തിരിക്കുന്നു? സർവസാധാരണമായിരിക്കുന്ന വിഷയസമ്പാദനങ്ങൾ കൊണ്ട് എന്തു ഫലം? ഒരു ഫലമില്ല എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. സംസാരചക്ര ചലനത്തെ അവസാനിപ്പിക്കുന്നതിന് സമർത്ഥമായ ഭക്തിയെ സമ്പാദിക്കാൻ, കാശിനെ സമ്പാദിക്കാനല്ല പറയുന്നത്, ഭക്തിയെ സമ്പാദിക്കാൻ പ്രയാസമല്ലയോ എന്ന് വിചാരിച്ച് ഖേദിക്കേണ്ട. സമസ്ത സന്താപങ്ങളെയും സംഹരിക്കുന്ന ശ്രീഹരിയെ സേവിക്കുന്നതിന് വലുതായ അധ്വാനം ഒന്നുമില്ല. അത്യന്ത സുഖകരമാണ് ഭഗവത് സേവ. എന്തുകൊണ്ടെന്നാൽ, ഹേ അസുരബാലകന്മാരെ, ഭഗവാൻ സകല ജനങ്ങളുടെയും ഹൃദയപുണ്ഡരീകത്തിലെ ആകാശമെന്ന പോലെ അതിൽ തന്നെ വസിക്കുന്നു. നമ്മൾ മാത്രം അല്ലേ? ഞാൻ ബഹുമാനിക്കുന്ന തമിഴിൽ ഒരു ഹരികഥാ കാലക്ഷേപം ചെയ്യുന്ന ഡോക്ടർ കല്യാണരാമൻ പറയും, ഒരു ഭക്തൻ 14 നിലയുള്ള വീടാണ് കെട്ടിയിട്ടുള്ളത്. 14 വരുമാനം വാടക വരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു, അപ്പം നിങ്ങളെവിടെ താമസിക്കണമെന്ന് ചോദിച്ചു. ഞാൻ ഔട്ട് ഹൗസിൽ എന്ന് പറഞ്ഞാൽ പാറാവുകാരൻ ഇരിക്കണതാണ് ഔട്ട് ഹൗസ് എന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ 14 നില വീടുണ്ടായിട്ടും ദരിദ്രനെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം അവരവരുടെ ഹൃദയ കമലത്തിൽ ഭഗവാൻ വസിക്കുമ്പോൾ ഭഗവാൻ ഉപചാരം ചെയ്യാൻ നമ്മുടെ വീട് സന്നദ്ധമായിരിക്കണം. അമ്പലം പോലെ അമ്പലമാണ് ആയിട്ട് കരുതണം. അപ്പോൾ ഇവിടെ എന്തായി? അതിനാൽ സ്ഥലാന്വേഷണ ക്ലേശം ലേശവുമില്ല. സകല ജനങ്ങളുടെയും ജീവാത്മാവ് പരമാർത്ഥത്തിൽ ആ ഭഗവാൻ തന്നെയാകുന്നു. ഇതൊക്കെയാണ് അറിയേണ്ടത്. എല്ലാവരുടെയും ജീവാത്മാവ് ഭഗവാനാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മനസ്സിലാവണില്ല? എന്നിട്ടോ, അതിനാൽ കണ്ടുപിടിക്കാനും ഒട്ടും കഷ്ടമില്ല. സകല ദേഹികളുടെയും ഹിതകാരിയും ഭഗവാനാകുന്നു. തങ്ങൾക്ക് നന്മ ചെയ്യുന്നവരെ സേവിക്കുന്നത് ഏവർക്കും സന്തോഷാവഹമല്ലയോ? അതിനാൽ നിങ്ങൾ ആത്മാവായ ശ്രീഹരിയെ ഉപാസിക്കുക. അതിനേക്കാൾ വലുതൊന്നുമില്ല. അതുകൊണ്ടാണ് പറയാൻ കാരണം. ശ്വാക്കൾ, അതായത് നായ്ക്കൾ, സൂകരങ്ങൾ, പന്നി മുതലായ സകല ജീവികൾക്കും സുലഭമായിരിക്കുന്ന സ്ത്രീ ആദി സുഖഭോഗങ്ങളെ സാധിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ സമ്പാദിക്കാൻ ക്ലേശിക്കുന്നത് കൊണ്ട് എന്തു ഫലം? നരകക്ലേശങ്ങൾക്ക് മൂലകാരണമായിരിക്കുന്ന വിഷയാഭിലാഷങ്ങൾ ദൂരെ പരിത്യജിച്ച് ഭഗവാനെ ഭജിക്കുക. ഇതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 39ാമത്തെ ശ്ലോകം. രായകളത്രം പശവസുദാദയോ ഗൃഹാ മഹീ കുഞ്ചരകോശഭൂതയ സർവേ അർത്ഥകാമാ ക്ഷണഭംഗുരായുഷ കുറുവന്തി മർത്യസ്യ കിയൽ പ്രിയം ചലാം. ധനങ്ങൾ, ഭാര്യ, പശുക്കൾ, പുത്രാദികൾ, ഭവനങ്ങൾ, ഭൂമി, ആനകൾ, ഭണ്ഡാരശാലകൾ, ഐശ്വര്യങ്ങൾ, ചഞ്ചലങ്ങളായ സർവങ്ങളായ അർത്ഥങ്ങളും കാമങ്ങളും ക്ഷണത്തിൽ നശിക്കുന്ന ആയുസ്സോടുകൂടിയ മനുഷ്യന് എത്ര മാത്രമുള്ളൂ പ്രിയത്തെ ചെയ്യുന്നു? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് പ്രിയം ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾക്ക് പ്രിയം ചെയ്യുന്നത് ആരാ? ഈശ്വരൻ. മനസ്സിലായില്ലേ? മറ്റതൊക്കെ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞിരിക്കുകയും. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം. വിഷയസുഖ സാധന സമ്പാദന പ്രയത്നം. വിഷയസുഖ സാധന സമ്പാദന പ്രയത്നം നിഷ്ഫലമെന്ന് മുമ്പ് പറഞ്ഞതിനെ തന്നെ സ്പഷ്ടമാക്കുന്നു. ധനങ്ങളെ, ഭാര്യ, പശുക്കളെ, കുതിരകളെ മുതലായ നാൽക്കാലികളെ, പുത്രന്മാര്, പിതാവ്, മാതാവ് എന്നിങ്ങനെയുള്ള ദേഹസംബന്ധികൾ,
ഭവനങ്ങൾ, കൃഷിയാദി വിശേഷങ്ങൾ, ആനകൾ, ഭണ്ഡാരശാലകൾ, സുഖോപകരണങ്ങൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളും കാമങ്ങളും ക്ഷണഭംഗുരമായ ആയുസ്സോടുകൂടിയ മനുഷ്യന് എത്രത്തോളം സുഖത്തെ ജനിപ്പിക്കും. അർത്ഥാദികളും ചഞ്ചലങ്ങളായതുകൊണ്ട് അവ പുരുഷനെ വെടിഞ്ഞു പോകാം. അല്ലെങ്കിൽ ക്ഷണത്തിൽ നശിക്കുന്ന ആയുസ്സോടുകൂടിയ പുരുഷൻ അവയെ ഉപേക്ഷിച്ചു പോയെന്നും വരാം. ഏതു വിധത്തിലും അർത്ഥാദികൾക്ക് സ്ഥൈര്യമില്ലാത്തത് കൊണ്ട് അവയെ സമ്പാദിക്കാനുള്ള പരിശ്രമം വിഫലം തന്നെ. ധനം ഹി പുരുഷോ ലോകേ പുരുഷം ധനമേവ അവശ്യമേകം ത്യജതി തസ്മാൽ കിം ധന തൃഷ്ണയ. ലോകത്തിൽ പുരുഷൻ ധനത്തെയോ ധനം പുരുഷനെയോ നിശ്ചയമായും വിട്ടുപോകും. എന്താ ഇപ്പോൾ പറഞ്ഞത്? ധനം നമ്മളെ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മളെ ധനം വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ ധനം വിട്ടുപോകും. ഇതറിയണ്ടേ? അപ്പോൾ ആകയാൽ ധനാശ കൊണ്ട് എന്ത് ബലം എന്നിങ്ങനെ ഇതിഹാസങ്ങളിൽ പലയിടത്തും വിദ്വാൻമാർ ഘോഷിക്കുന്നു. പരമാർത്ഥമാണെന്നത് നിത്യാനുഭവമല്ലയോ? അതെ അതെ അതെ, 3 വട്ടം. അപ്പം എന്തിനും ഏതിനും ശ്രീ ഹരിയെ നമിക്കുക, ഹരിയെ ധ്യാനിക്കുക, ഹരിയെ സേവിക്കുക. ആത്മസുഹൃത്ത് എന്ന് പറയാൻ ഹരി മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.